എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമസ്കാരം. സമയം 9:04 ആയിട്ടുണ്ട്. 19/8/2025 പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ്. മാർക്കറ്റ് ചെറിയ രീതിയിൽ ഒരു പ്ലസ്സിലാണ് നിൽക്കുന്നത്. അഗെയിൻ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റിൽ ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ സിയിലേക്കും പിയിലേക്കും 100% മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആണോ, അതായത് ഒരു ടൈപ്പ് എസ്, അതായത് ഇങ്ങനെ വന്നു, താഴത്തോട്ട് വന്നു, വീണ്ടും വന്നു, അതായത് ഒരു സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുമോ അതോ വളരെ നല്ല രീതിയിൽ മേളിലോട്ട് പോയിട്ട് താഴത്തോട്ട് വരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം സിയിലും പിയിലും ലെവലുകൾ 100% റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇന്ന് നിൽക്കുന്നത്. സ്റ്റിൽ ചെറിയൊരു പോസിറ്റീവിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,997 ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ലെവലുള്ളത് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും 24,945 എന്നുള്ള ലോവും ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്കൗട്ട് പോലെയൊക്കെ കാണിക്കും. എന്നാലും ഈ പറഞ്ഞ പോലെ ഇന്ന് രണ്ട് സൈഡും മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ള കാരണം വലിയ ലോങ് റൈഡൊന്നും ഞാനിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നല്ല റൈഡ് കിട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യില്ല എന്നല്ല. ഫസ്റ്റ് പ്ലാൻ എപ്പോഴും എന്താ പറയണ്ടേ, 10-21 പോയിന്റ് ലോക്ക് ചെയ്യാനായിട്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോയി തിരിച്ച് താഴത്തോട്ട് വന്നാൽ മസ്റ്റായിട്ടും കോസ്റ്റ് ടു കോസ്റ്റിൽ ഒരു 10 ട്രേഡ് ചെയ്താലും കോസ്റ്റ് ടു കോസ്റ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. അത് ലോസിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ ഈ റെക്ടാങ്കിൾ ബോക്സിന് പുറത്ത് പോകണം മാർക്കറ്റ്. ഈ കൺസോൾട്ടേഷൻ സോണാണ് 24,997. റെക്ടാങ്കിൾ ബോക്സിന് പുറത്ത് പോയി 25,035 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഒരു ലെവലേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് 25,096. മാർക്കറ്റ് ലോവിലേക്ക് വന്നാൽ ലോവിലേക്ക് വന്നാൽ 2 ലെവൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ലെവൽ ഇന്നലെ മുട്ടാതെ മിച്ചം വെച്ചിട്ട് പോയൊരു ലെവലുണ്ട്. അതേപോലെ മേളിലും മുട്ടാതെ മിച്ചം വെച്ച് പോയിട്ടുള്ള ലെവലുണ്ട്. മേളിലോട്ട് പോകുമ്പോൾ ഒറ്റ ടാർഗറ്റും താഴത്തോട്ട് പോരുമ്പോഴത്തേക്കും 2 ടാർഗറ്റുമാണ് ഞാനൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് 24,907, 2 24,864. ഈ ലെവലാണ് ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റിൽ RSI ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. 30 മിനിറ്റും ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. 1 അവറും ഏറെക്കുറെ ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. അത് തിരിച്ച് ക്രോസ് ഓവർ ചെയ്ത് മേളിലോട്ട് പോയി ഗ്രീൻ്റെ ഭാഗത്തേക്ക് വരാതെ അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വരത്തില്ല. അത് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തിരിയണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. കാരണം ന്യൂട്രൽ ഓപ്പണാണ്. ഇന്നലത്തെ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റുകൾ. ഒന്നെങ്കിൽ ഇവിടെ തന്നെ ഒതുങ്ങി കൂടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റിൽ നിന്ന് ഹിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത്. സിയിലും പിയിലും മാർക്കറ്റ് ലെവൽ ഹിറ്റ് ചെയ്യാനുള്ള കാരണം ഏത് ഭാഗത്തേക്കാണ് ആദ്യം പോകണമെന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്കൊരു കൺഫ്യൂഷനുള്ളൂ. അത് ചെറിയ ടൈം ഫ്രെയിമിൽ RSI വെച്ചിട്ട് തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ. നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. സ്ട്രൈക്ക് ഞാൻ ഒരു ഡെൽറ്റ വാല്യൂ കൂടിയത് തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഡെൽറ്റ വാല്യൂ കുറഞ്ഞ സ്ട്രൈക്ക് ആണെങ്കിൽ നമുക്ക് 5 പോയിൻ്റൊക്കെ എപ്പോഴും 2-3 പോയിൻ്റ് ബഫർ സോൺ കീപ്പ് ചെയ്യേണ്ടി വരും. ഡെൽറ്റ വാല്യൂ കൂടുതലാവുമ്പോൾ 1/2 പോയിൻ്റ് 1 പോയിൻ്റൊക്കെ ബഫർ സോൺ കീപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളെ വരത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് പക്ക ന്യൂട്രൽ ഓപ്പൺ ആണ്. 5 മിനിറ്റിൻ്റെ RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അത് ഗ്രീനിലേക്കും കൂടെ കയറുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി 281 ആയിരുന്നു. അതിൽ മാർക്കറ്റ് ഇപ്പോൾ 14 പോയിൻ്റ് ഓൾറെഡി അപ്പായിട്ടുണ്ട്. അപ്പോൾ 81 എന്നുള്ളത് ഓൾമോസ്റ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അത് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആയിരുന്നു. അതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ 293 അഗെയിൻ കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ 281 മുകളിലോട്ടുള്ള മൂവ്, അപ്പോൾ അതായത് ഇപ്പോൾ 281 മുകളിലാണ് ക്യാൻഡിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ 293 ആയിരിക്കും എൻ്റെ മെയിൻ ടാർഗറ്റ്. പിന്നെ 329 ടാർഗറ്റ് 100% റീച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ 364 ഇത് 100% റീച്ച് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. അത് ഇന്ന് എത്തുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളൂ. എൻ്റെ മേജർ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി 260 ആണ്. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 247. ഈ രണ്ട് മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ്. അതിൻ്റെ താഴത്തോട്ട് പോയാൽ അത് എത്രത്തോളം പോകണം അത്രത്തോളം പൊക്കോട്ടെ എന്നും പറഞ്ഞിട്ട് എൻ്റെ എക്സിറ്റ് സോണായിട്ടാണ് ഞാനിത് കാണുന്നത്. അതിന് താഴത്തോട്ട് ഞാൻ ഒരു കാരണവശാലും ഹോൾഡ് ചെയ്തുകൊണ്ട് പോവില്ല. പിന്നെ ആ സമയത്ത് വരുമ്പോൾ ഇപ്പോൾ എന്താ പറയണ്ടേ, ഈ ഭാഗത്ത് വരുമ്പോൾ RSIയിൽ ക്രോസ് ഓവറായി മുകളിലോട്ട് നിൽക്കുവാണെങ്കിൽ മാത്രമാണ് ഞാനിവിടെ ക്യാൻഡിൽ ഫോർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് 260, സെക്കൻഡ് 240. ഇതാണ് മേജർ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പോൾ 329 റീച്ച് ചെയ്യാനായിട്ടുള്ള അതേ പോസിബിലിറ്റി ഉള്ള പിയുടെ 2 ലെവലുകളാണ് 316ഉം 356. സിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 24700 സി, പിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 25200 പി ആണ്. ഈ 329ൻ്റെ അതേ തുല്യ പ്രാധാന്യമുള്ള ലെവലാണ് 316ഉം 356. പിന്നെ ഉള്ളത് 378. അതേപോലെ തന്നെ 281ൻ്റെ അതേ പ്രാധാന്യമുള്ള ലെവലാണ് 294 എന്നുള്ളൊരു ലെവല്. അതുകൊണ്ടാണ് രാവിലെ ഏത് ഭാഗത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ മാത്രം ചെറിയൊരു കൺഫ്യൂഷനുള്ളത്. അതിന് വേണ്ടിയിട്ട് RSI സ്റ്റിൽ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇൻഡിസിഷൻ ഏരിയ ആയിട്ട് നിൽക്കുന്ന. ഈ ക്രോസ് ഗ്രീനകത്തോട്ട് കയറി അത്യാവശ്യം 50% മൂവ് ചെയ്യുന്ന ഗ്യാപ്പിൽ സിയിലാണെങ്കിൽ അത് കോൺസെൻട്രേഷൻ ചെയ്യും, പിയിലാണെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യും. 294 മേജർ ടാർഗറ്റ് ഏരിയ, അതിന് മേളിലോട്ട് 316, 356 ഒക്കെയാണ്. ഇതിൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ഞാൻ കാണുന്നത് 240 ആണ്. എന്തു തന്നെ ആയാലും 240ക്ക് താഴത്തോട്ട് പോയാൽ ഞാനത് ഹോൾഡ് ചെയ്യില്ല. ഇൻ കേസ് എങ്ങാനും പെട്ടുപോയാലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് സോൺ എന്ന് പറയുന്നത് 240ഉം 223ഉമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ. ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ പ്രീ മാർക്കറ്റ് വ്യൂസ്, അപ്ഡേറ്റഡ് വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതിനൊരു പ്രത്യേക ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ഓപ്പൺ ആവാൻ. പിന്നെ 30 മിനിറ്റിൽ SMA താഴെയാണ് നിൽക്കുന്നത്. ആ ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നതിനുള്ള ഒരു പോസിബിലിറ്റി. എന്താണെങ്കിലും രണ്ട് സൈഡിലേക്ക് നല്ല രീതിയിൽ വലിവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത്. മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ബുക്ക് ചെയ്തിട്ട് ബാക്കി 2 ലോട്ടാണോ ഒരെണ്ണം ബുക്ക് ചെയ്യാം, ഒരെണ്ണം കോസ്റ്റ് ടു ഹോൾഡ് ചെയ്യാം. 3 എണ്ണമാണോ 2 എണ്ണം കൊടുക്കാം, ഒരെണ്ണം ഹോൾഡ് ചെയ്യാം. 5 എണ്ണമാണോ 3 എണ്ണം കൊടുക്കാം, 2 എണ്ണം ഹോൾഡ് ചെയ്യാം. 10 എണ്ണമാണോ 7 എണ്ണം കൊടുക്കാം, 3 എണ്ണം ഹോൾഡ് ചെയ്യാം. അങ്ങനെയായിരിക്കണം ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ സ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ 30 മിനിറ്റ് 15 മിനിറ്റ്സും ഡൗണിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ സിയിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യത്തെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് നോക്കണം. 293 ആദ്യത്തെ മൂവ്മെൻറ്റ് എന്ന് നോക്കണം. താഴത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, പ്ലസ് ആണെങ്കിലും ആ ക്യാൻഡിൽ വീക്കാണ്. അപ്പോൾ 260 മുകളിലോട്ട് വന്നാൽ മാത്രമാണ് പീല ലെവൽ ഓൾറെഡി മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്.
പിയുടെ ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. 316 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ സിയുടെ ക്യാൻഡിൽ ഓൾറെഡി വീക്കാണ്. ഇത്രയും കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയാൽ മതി. 260 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ്. അതേപോലെ ഞാൻ പിയിൽ നോക്കുന്നുണ്ടെങ്കിൽ 312 ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിയിലേക്ക് നോക്കുന്നുള്ളൂ. അപ്പോൾ 316 മാർക്കറ്റ് ലെവൽ ചെയ്യാനായിട്ടുണ്ട്. ഈ ക്യാൻഡിൽ വീക്കാണ്. അതാണ് രാവിലെ കൺഫ്യൂസ്ഡ് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ റീസൺ. പിന്നെ ആകെ ഒരു പ്രോബബിലിറ്റി ഉള്ളത് 311 ബ്രേക്ക് ചെയ്താൽ പിയിലേക്ക് നോക്കാം. നേരെ മറിച്ച് ഒരു 250 ബ്രേക്ക് ചെയ്താൽ ഞാൻ സിയിലേക്ക് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. 235 സ്റ്റോപ്പ് ലോസും ഞാനിടും. 40-50 15 പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസേ വരുള്ളൂ. 250 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ 260 51 ആയിട്ടുണ്ട്, 53 ആയിട്ടുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് 235 250 എൻ്റെ എൻട്രി. അത് നേരെ പോയി ഗ്രീൻ ആവണം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. 264.40 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. 240 മുതൽ 264, 65 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എഗെയിൻ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 283, 292 ഒരു സേഫ് ആയിട്ടുള്ള ടാർഗറ്റാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഞാൻ എന്തായാലും ഇനി ഉടനെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. കാരണം പിയിൽ SMA മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്, 272 മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ SMA ഭാഗത്തേക്കുള്ള ഒരു മാഗ്നറ്റിക് എന്തായാലും മാർക്കറ്റിൽ വരും. അപ്പം 311 മുകളിലോട്ട് വരാതെ ഒരു കാരണവശാലും പിയിലേക്ക് നോക്കത്തില്ല. 235 താഴത്തോട്ട് പോയാൽ മാത്രമാണ് പിയിലെ മൂവ്മെൻറ്റ് സസ്റ്റൈനബിൾ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം മെജോറിറ്റി എൻ്റെ കോൺസെൻട്രേഷൻ സിയിലാണ്. 250, 260, 262, 264, 272 പി എത്തുമ്പോൾ സി എവിടെയാണ്, ഗ്യാപ്പ് ഫില്ലിംഗ് ആണോ, SMA ആണോ, 82 ആണോ, 92 ആണോ എന്നൊക്കെ നോക്കണം. ഓക്കെ, ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ 275 വരെ പോയിട്ടുള്ളൂ. SMA പോലും മാർക്കറ്റ് റീച്ച് ആയിട്ടില്ല. ഇങ്ങനെ ടാലിയാക്കി ട്രേഡ് എടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതാണ് ബഫർ സോണിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ചിലപ്പോൾ ആ ടാർഗറ്റ് എത്തണമെന്നില്ല. രണ്ടാമത്തെ തവണ റീബ്രേക്ക് ആകുമ്പോഴത്തേക്കും കോൺസെൻട്രേഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ ലോങ് ഹോൾഡിംഗ് ആണ് അവിടെ മെച്ചമായിട്ടുള്ളത്. കാരണം നിലവിലത്തെ ക്യാൻഡിൽ അല്പം വീക്കാണ്. നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന സിയുടെ ക്യാൻഡിൽ വീക്കാണ്. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് തിരിച്ച് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത്. ഒരു തവണ കൂടി 275 ബ്രേക്ക് ചെയ്യണം. ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഡെൽറ്റ വാല്യൂ വെച്ചിട്ട് നോക്കുമ്പോൾ പിയെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ടാർഗറ്റ്, കാരണം ഈ സ്പേസിനനുസരിച്ചിട്ടുള്ള ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സിയിൽ 282 ടച്ച് ചെയ്യണമെന്നുള്ള കാര്യങ്ങളുള്ളൂ. അത് ഇനി കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ ടച്ച് ചെയ്യട്ടെ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഹൈ അല്ലെങ്കിൽ 270 മുകളിലോട്ട് അഗെയിൻ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും 282 ഇട്ട് നോക്കും. 282 100% റീച്ച് ചെയ്യേണ്ട സ്പേസ് ആണ്. അതേപോലെ 316 100% റീച്ച് ചെയ്യേണ്ട സ്പേസ് ആണ്. അപ്പോൾ അതിൽ ഏത് ആദ്യം എന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ കിട്ടുന്നത് മാക്സിമം ബുക്ക് ചെയ്യുക, അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എഗെയിൻ 270 ബ്രേക്ക് ചെയ്താൽ എഗെയിൻ 282, 292 മാർക്കറ്റിന് മൂവ് ഉണ്ട്. RSI ഒന്ന് ഗ്രീൻ്റെ അകത്തേക്കും കൂടെ കയറി കിട്ടിക്കഴിഞ്ഞാൽ സി ആണ് ഒരു എന്താ പറയണ്ട, ഒരു 80% മാർക്കറ്റ് പോസിബിലിറ്റി ഉള്ളത് സി തന്നെയാണ്. പക്ഷേ റെഡ് വരുമ്പോഴത്തേക്കും ആ ക്യാൻഡിൽ അങ്ങനെ ഫോം ചെയ്തപ്പോൾ നമുക്കത് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം SMA മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പം ആ ക്യാൻഡിൽ വീക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ തൂങ്ങിക്കിടന്ന് താഴത്തോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ആ തീരുമാനം വീക്കായതുകൊണ്ട് അവിടെ എക്സിറ്റ് ആയിട്ട് എഗെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും കൊണ്ടുപോകാം. 270 എഗെയിൻ ബ്രേക്ക് ചെയ്താൽ 76 82 വീണ്ടും കിട്ടും. 300 ബ്രേക്ക് ചെയ്താൽ 304 316 ഇവിടെയും കിട്ടും. അപ്പം അത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകണതിൽ അർത്ഥമില്ലല്ലോ. ഓപ്പോസിറ്റ് പ്രോഫിറ്റ് എടുക്കാം, എഗെയിൻ തിരിച്ചു വരുമ്പോൾ അവിടെ നിന്നും കിട്ടും. ഇവിടെ നിന്നും കിട്ടണം, ഇവിടെ നിന്നും കിട്ടണം. 301 302
ഇൻ കേസ് 305 മുകളിലോട്ടുള്ള മൂവ് കിട്ടിയാലും ഞാനത് 294 287 ഒക്കെ സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് ഇടേണ്ടി വരും. കാരണം ആ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ്. അത് കയറിപ്പോകുന്ന അനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. 300 തൊട്ട് 305, 305 തൊട്ട് 316 വരെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പം 300-ൽ എൻ്റെ എൻട്രി എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് 287 ആണ്. 13 പോയിൻ്റാണ് ഞാൻ അതിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ 13 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് 316 അതിന് മേളിലോട്ടോ മാർക്കറ്റ് മൂവ് ചെയ്യണം. 317 മാർക്കറ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 17 പോയിൻ്റ് ഓൾമോസ്റ്റ് മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ട്. ഏതിലാ? സിയിൽ ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയാണ് 100% ഒരു സ്പേസ് ഉള്ളതെന്ന് വെച്ചാൽ മാർക്കറ്റ് 234 മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യണം. 221 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഈ ക്യാൻഡിൽ മേളിലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ 242 ഇവിടെ ഒരു സ്പേസ് മാർക്കറ്റിൽ മിച്ചം ഇട്ടിട്ടുണ്ട്. കാരണം കൺസോൾട്ടേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ക്യാൻഡിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എസ് മോഡലുള്ള ചാർട്ട് പാറ്റേൺ ആയിരിക്കും ഇന്ന് മെജോറിറ്റി വരാനായിട്ടുള്ളത്. അപ്പം ഞാൻ വീണ്ടും ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. 219 എൻ്റെ സ്റ്റോപ്പ് ലോസ്. അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു ബ്ലൂ ലൈൻ, അതിനുശേഷം SMA, അതിനുശേഷം അത് മൂവ് ചെയ്താൽ വീണ്ടും 283 മൂവ്മെൻറ്റ്. ഓക്കെ, അടുത്ത ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഞാൻ പറഞ്ഞത് മാർക്കറ്റ് താഴത്തോട്ട് പോയാലും തിരിച്ചു വരണം. 316 മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. കാരണം അങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ്, അങ്ങനെയാണ് സ്ട്രക്ചർ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ SMA ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് വരണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓൾമോസ്റ്റ് SMA ടച്ച് ചെയ്തിട്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. SMA ആദ്യം മുട്ടാനുള്ളത്. ആ SMA മുട്ടി 260 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മൂവ് അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ പിന്നെ 282 292 അതായിരിക്കും ആകെയുള്ള 2 ടാർഗറ്റ്. 260 മുകളിൽ ക്യാൻഡിൽ നിൽക്കണം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ വൈറ്റ് ഡോട്ട് 260, 257, 256 SMA ഇതെല്ലാം കൂടെ ഹൈ വോളിയത്തിൽ ബ്രേക്കൗട്ട് ചെയ്ത് പോകണം. ഓൾറെഡി ഫസ്റ്റ് സേഫ് ആയിട്ടുള്ള ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 260 മുകളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സസ്റ്റെയിൻ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 ടാർഗറ്റേ ഉള്ളൂ, 282, 292. ഇവിടെ നിന്ന് തീരുമാനിക്കും മാർക്കറ്റ് ഇനി ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണോ. കിട്ടണമെങ്കിൽ കിട്ടട്ടെ. കാരണം 281 100% റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഏരിയ ആണ്. അതിൽ RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. 15 മിനിറ്റ്സിൻ്റെ പിയിൽ 15 മിനിറ്റിൻ്റെ RSIയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അത് റെഡിലേക്കൊക്കെ കയറി താഴത്തോട്ട് പോയി 50% നിന്നൊക്കെ ക്രോസ് ഓവർ ആവുന്ന സമയം മതി സാധനം 281 292 എത്താൻ. അത് രണ്ട് ക്യാൻഡിൽസ് വീക്കാണ്. അപ്പോൾ അത് RSI 5 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറായി താഴത്തോട്ട് വരുമ്പോഴേ ആ ഡൗൺ സൈഡിന് വാല്യൂ ഉള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. കാരണം രാവിലെ മുട്ടേണ്ട സ്പേസാണ്. അതിൽ ആദ്യം പോയി 316 ടച്ച് ചെയ്തെന്നേ ഉള്ളൂ. പക്ഷേ 100% അതേ വാല്യൂ ഉള്ള ഒരു 281 മുട്ടാൻ ഇനിയും കിടപ്പുണ്ട്. അത് എന്തായാലും ഒന്ന് മുട്ടിക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കും. 3:30 വരെ സമയമുണ്ട്. 281 92 പോയി കൺസോൾട്ടേഷൻ ആവണം. അപ്പോൾ 92 എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. അപ്പോൾ ഇനി വീഡിയോ ഞാൻ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ 83-ലോ 92-ലോ വന്നതിന് ശേഷമായിരിക്കും. സമയം 11:38 ആയിട്ടുണ്ട്. 11:38. ടാർഗറ്റ് 283 ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ്. ആ 283 ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ഓൺ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്രോക്സിമേറ്റ് എത്താറായിട്ടുണ്ട്. ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോ റീച്ച് ചെയ്യും. അതിനുശേഷം പിന്നെ 290
92-ലെത്തുമ്പോഴത്തേക്കും ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് 292 ആണ്. 292 വന്നാൽ മൊത്തത്തിൽ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് തീരുമാനിച്ചിരിക്കണേ. 283 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കറക്റ്റായിട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 240 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. ഒരു ചെറിയ പൊടിക്കും കൂടെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട് 292 വൺസ് റീച്ച് ചെയ്യും എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. ചാർട്ടിലെ കണക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റ് മൂവ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് വരേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഏതൊരു ഫീൽഡിലുള്ള ആളുകളും നിങ്ങൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ജോലി ചെയ്യുന്ന മേഖലയിലുള്ള ആളാണെങ്കിലും ആ വ്യക്തി ആ മേഖലയിൽ എന്തുകൊണ്ട് ഡെവലപ്പ് ആവുന്നു, അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനത്തേക്ക് പോകുന്നു, പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ആ ജോലിയിൽ കൂടുതൽ പ്രത്യേകിച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ കണക്കുകൂട്ടി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നു. ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലൊരു പെയിൻ്റ് അടിക്കാരനെ കൊണ്ടുവന്നിട്ട് ഇന്ന കളറൊക്കെ ഇന്ന സ്ഥലത്ത് അടിക്കണം, അതിന് എത്ര ലിറ്റർ പെയിൻറ്റ് മേടിക്കണമെന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ലാത്ത രീതിയിൽ പെയിൻറ്റർ പറഞ്ഞു തരും. വൈറ്റ് സിമെൻറ്റ് ഇത്ര ലിറ്റർ മേടിച്ചോ. എന്തുകൊണ്ടാണ്? കുറേ നാൾ ചെയ്ത് കണ്ടും കേട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരു പെരേനെ നോക്കിക്കൊണ്ട് ഇത്ര ലിറ്റർ മേടിച്ചോളാനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ടൈല് മേടിക്കൂ, അല്ലെങ്കിൽ ഇത്ര മീറ്റർ വയറ് മേടിക്കൂ, അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ മേടിക്കും എന്ന് പറയുന്ന എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്നതുപോലെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇന്നതുപോലെയൊക്കെ മാർക്കറ്റ് വരും എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ആർക്കും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാനായിട്ട് ട്രേഡിങ്ങിൽ പറ്റത്തില്ല. വേറെ ഏതോ ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും അത് എക്സ്പീരിയൻസ് നേടിയെടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ട്രേഡിങ്ങിൽ ഇന്ന് വന്ന് നാളെ കാശുണ്ടാക്കണമെന്നുള്ള മൈൻഡാണ് എല്ലാ ആളുകളെയും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 292 വരുമ്പോഴത്തേക്ക് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാന്നുള്ള ആലോചനയാണ്. പിന്നെ വല്ല ഹൈ വോളിയം മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് 330 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകേണ്ടതായിട്ടുള്ളൂ. ഹൈ വോളിയം ഒക്കെ ജനറേറ്റ് ചെയ്ത് ഒരേ ദിശയിൽ, കാരണം ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, RSIയിൽ 30 മിനിറ്റ് ക്രോസ് ഓവർ, 50 മിനിറ്റ്സ് ക്രോസ് ഓവർ, മാർക്കറ്റ് എങ്ങും എത്തിയിട്ടില്ല, 5 മിനിറ്റിൽ മേളിലാണ്. അപ്പോൾ രണ്ടെണ്ണം എന്താ പറയണ്ടേ, ഒരേപോലെ മാർക്കറ്റിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റിൽ ക്രോസ് ഓവർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി എടുക്കുന്നത്. ആദ്യം റെക്ടാങ്കിൾ ബോക്സിൻ്റെ താഴത്തോട്ട് പോയി പിയിലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, പിന്നെ റെക്ടാങ്കിൾ ബോക്സിൻ്റെ അകത്ത് കയറി മുകളിലേക്കുള്ള ടാർഗറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അതിന് പുറത്ത് പോയാൽ 25,040 വരെ മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇനിയും പോകാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം 15 മിനിറ്റ്സിൻ്റെ RSIയിൽ ഓൾറെഡി എന്താ പറയണ്ടേ, 15 മിനിറ്റ്സിൻ്റെ RSI ഓൾറെഡി മാർക്കറ്റ് 295 റീച്ച് ചെയ്യാനായിട്ടുണ്ട്. 292 എൻ്റെ ലെവല്. ബട്ട് 295 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്യാനായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 330 വരെ മാർക്കറ്റ് പോവേണ്ടതായിട്ടുണ്ട്. RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്ന വരെ ടൈമുണ്ട്, ഇനിയും പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ചാർട്ടിനോട് പറഞ്ഞത് പ്രകാരം ഇന്നത്തെ എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ലൈവ് മാർക്കറ്റിൽ ഒരുമിച്ചിരുന്ന് ക്യാരക്ടർ മനസ്സിലാക്കി ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് പഠിച്ചൊരു പ്രൊഫഷണൽ ട്രേഡർ ആവണം. ഞാനൊരിക്കലും എൻട്രി എക്സിറ്റ് പറഞ്ഞു കൊടുക്കുന്ന ആളല്ല. എൻ്റെ പ്ലാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് ഒരു ട്രേഡർ ആവണം. അതായത് ഞാൻ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് വിൽക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് റോളോ കാര്യങ്ങളൊന്നുമില്ല, അത് വെറുതെ കിട്ടുന്ന പൈസയാണ്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പഠിച്ച് അത് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് ആ ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എത്ര കോളോ ടിപ്പോ എടുത്താലും സക്സസ് ആകുന്ന ഒരു എൻജോയ്മെൻ്റ് അല്ല. നമ്മൾ പണിയെടുക്കാതെ കിട്ടുന്ന കാശ് നമുക്ക് വാഴത്തില്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. ഞാൻ ഒരാളോടും എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടെ എടുത്തോ ഇവിടെ വിറ്റോ. ഞാൻ പറയാറുള്ളത്, ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നു, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഇതൊക്കെയാണ്, എൻ്റെ ടാർഗറ്റ് ഏരിയ ഇതൊക്കെയാണ്, ഇന്ന ഏരിയയ്ക്ക് മുകളിലോട്ടൊക്കെ വരുമ്പോൾ ഞാൻ എൻട്രി പ്ലാൻ ചെയ്യും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്.
അത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനായിട്ട് സാധിക്കും. അതിന് 3 മാസം തൊട്ട് 6 മാസം വരെ 1 വർഷം വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. വലിയ മല പറിച്ച് പഠിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒരു ഫണ്ടമെൻ്റൽ അനലൈസിങ്ങോ അല്ലെങ്കിൽ ന്യൂസോ അല്ലെങ്കിൽ വിക്സ് അങ്ങനെയാണ് അല്ലെങ്കിൽ IV അല്ലെങ്കിൽ PCR ഓപ്പൺ ഇൻട്രസ്റ്റ് ഇതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ട്രേഡ് ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനായിട്ട് ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നു. ആ ചാർട്ട് കൃത്യമായിട്ട് എവിടെ എടുക്കാൻ പറയുന്നു, എവിടെ എക്സിറ്റ് പറയുന്നു, അത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത നോളജാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ മാക്സിമം ഇവിടെ ഒതുക്കുന്നു. മിച്ചമുള്ള ഒരെണ്ണം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. കാരണം ഈ 295 കവറപ്പ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ 100% റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസാണ് 330. ഒന്നെങ്കിൽ അത് 330 പോയി ഹിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ 283 ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം. ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 292 ഭാഗത്തെത്തിയപ്പോൾ ഈ ഒരു ക്യാൻഡിൽ, അതായത് 11:45 ക്യാൻഡിലിൽ 290 എത്തിയപ്പോഴത്തേക്കും 280-83 എന്നുള്ളത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട് ഇട്ടുകൊണ്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യാണ്. കിട്ടിക്കഴിഞ്ഞാൽ 330, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രെയിൽ ചെയ്ത് വെച്ചത് 10 പോയിന്റ് അടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? 15 മിനിറ്റ്സിൻ്റെ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവണം. ആ ടൈമിൽ 330 എത്തിയാൽ മതി. 100% റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് തന്നെയാണ് 330. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ ട്രെയിൽ ചെയ്തിട്ട് ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. കിട്ടിയത് താഴത്തോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അവിടെ ട്രെയിൽ ചെയ്തിട്ട് ലോക്ക് ചെയ്യണം. കിട്ടിക്കഴിഞ്ഞാൽ 330 കിട്ടണം. അതുകൊണ്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ടൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. 9 പോയിന്റ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് 330 ഹോൾഡ് ചെയ്യാണ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. അപ്പോൾ 325 ആയിട്ടുണ്ട്. 330 മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷം അടുത്ത ഡ്രീം ടാർഗറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്യുന്നതാണ്. 325 ആയിട്ടുണ്ട്. 329. ഓക്കെ, 330 ഹിറ്റ് ചെയ്ത് 335 മാർക്കറ്റ് പോയിട്ടുണ്ട്. 335 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ട്രെയിൽ ചെയ്ത് വെക്കണം. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കണം. താഴത്തെ ട്രെയിലിങ് നേരെ കൊണ്ടുപോയി 326 വെക്കണം. 326 വെച്ചിട്ട് ഹോൾഡ് ചെയ്യണം. അടിച്ചു പോവുകയാണെങ്കിൽ 326 അടിച്ചു പോക്കോട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം കിട്ടുന്നത് കിട്ടട്ടെ. അപ്പോൾ മേളിലോട്ട് പോകാൻ പോകുന്നതിനെ കുറിച്ചൊന്നും അവിടെ വ്യാകുലതപ്പെട്ടിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ 328 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ച് ഹിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ മാർക്കറ്റ് 357 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇങ്ങനെയാണ് ട്രെയിൽ ചെയ്ത് പോകുന്നത്. ചിലപ്പോൾ ട്രെയിൽ ചെയ്തത് ഹിറ്റ് ചെയ്തിട്ട് മേളിലോട്ടൊക്കെ പോവാം. അതിനൊന്നും പ്രസക്തി ഇല്ല കേട്ടോ. 340 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് തന്നെയാണ്. 5 മിനിറ്റിൽ RSIയുടെ ഒരു ക്രോസ് ഓവർ ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ 2 മിനിറ്റിൽ RSI റീകർവായിട്ട് നിൽക്കുകയാണ്. ട്രെയിൽ ചെയ്യുന്ന ഹിറ്റ് ചെയ്ത് അപ്പം പരിപാടി നിർത്തുകയാണ്. ഓക്കെ, നിർത്തും എന്ന് പറഞ്ഞു, നിർത്തി. ഇനി കൂടുതലൊന്നും പറയാനായിട്ടില്ല. ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ. ബാക്കി പറയാനുള്ളത് പുറകെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.